أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പൊന്നുമക്കളെ, എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? അൽഹംദുലില്ലാഹ്. അല്ലാഹു നല്ല മക്കളാക്കട്ടെ. ആമീൻ പറ. നമ്മുടെ ഉമ്മാക്കും ഉപ്പാക്കും ഉസ്താദമാർക്കും കൂട്ടുകാരികൾക്കും ഒക്കെ അല്ലാഹു നന്മ പ്രദാനം ചെയ്യട്ടെ. നന്നായിട്ട് പഠിക്കാനും പഠിച്ചതനുസരിച്ച് പ്രവർത്തിച്ച് ജീവിതത്തിൽ വിജയിക്കാനും അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ്. നല്ല മക്കളാണില്ലേ? നിങ്ങൾ പാട്ടും കഥയൊക്കെ പറഞ്ഞു കൊടുത്തില്ലേ? ഇല്ലേ? നമ്മൾ 2 ദിവസം പുസ്തകമൊന്നും എടുക്കാണ്ട് നമ്മുടെ നബിയെക്കുറിച്ച് മാത്രം കേട്ടു അല്ലേ? അൽഹംദുലില്ലാഹ്. നമ്മളിപ്പോൾ ഏതു പാഠത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കണേ? ദൽവൻ ആണല്ലോ. ആണോ? പ്രിയപ്പെട്ട ഉമ്മമാരോ ഉപ്പമാരോ ആരെങ്കിലും നിങ്ങൾ അടുത്തുണ്ടോ? ഉണ്ടല്ലേ? ഉമ്മമാര് ഉപ്പമാര് ഇതുപോലെ ഒരു A4 ഷീറ്റ്, അതല്ലെങ്കിൽ ഇതില്ലെങ്കിൽ ന്യൂസ് പ്രിൻ്റോ അല്ലെങ്കിൽ നോട്ട് പുസ്തകത്തിൻ്റെ പേജോ ഒന്ന് വേഗം എടുത്തു കൊണ്ടു കൊടുക്കണേ മക്കൾക്ക്. മക്കൾ പോവണ്ടേ? ഉമ്മ എടുത്തു കൊണ്ടുവരും. അതുപോലെ ഒരു സ്കെച്ച് പേന, ഒന്നെങ്കിൽ വലിയ മാർക്കർ അല്ലെങ്കിൽ സാധാ സ്കെച്ച് പേന. അതൊന്നുമില്ലെങ്കിൽ അവരുടെ കളറായാലും കുഴപ്പമില്ല, ഒന്ന് വേഗം കൊണ്ടുവരും. മനസ്സിലായി കാണും. A4 ഏതെങ്കിലും പേപ്പർ പെട്ടെന്ന് കൊണ്ടുവരും. മക്കളെ, നിങ്ങൾ പോവേണ്ട കേട്ടോ. നിങ്ങൾ അടുത്തുള്ള ആരോടെങ്കിലും വേഗം കൊണ്ടുവരാൻ പറഞ്ഞാൽ മതി. ഇനി ഉസ്താദിനെ നോക്കിയേ, അത് കൊണ്ടുവന്നോളും. കൊണ്ടുവന്നവർ മുമ്പിൽ ഇങ്ങനെ വെച്ചാൽ മതി. ഇനി ഉസ്താദിനെ നോക്കിയേ, ചിരിച്ചേ, ഉഷാറായിട്ട് നല്ല ഭംഗിയുള്ള പുഞ്ചിരി, പല്ലൊന്നും കാണിക്കാണ്ട് ചിരിക്കും. അൽഹംദുലില്ലാഹ്. നല്ല മക്കളാണല്ലേ? ഉസ്താദിന് ഇഷ്ടമാണോ? എനിക്ക് എൻ്റെ പൊന്നു മക്കളെ ഒത്തിരി ഇഷ്ടമാണ്. എല്ലാവരും ഒന്ന് എണീറ്റുന്നേ, ഉഷാറായിട്ട് നിന്നോ. അൽഹംദുലില്ലാഹ്. ഇനി ഉസ്താദില്ലേ, ഈ ജിലിസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇരിക്കണം. എന്ത് പറയുമ്പോൾ? ഈ ജിലിസ്. എന്ത് പറയുമ്പോൾ? ഈ ജിലിസ്. എണീക്കാൻ വേണ്ടി ഉസ്താദ് എന്താ പറയാറോ? കും. അപ്പോൾ കും എന്ന് പറയുമ്പോൾ എണീക്കുക, ഇജ്ലിസ് എന്ന് പറയുമ്പോൾ ഇരിക്കുക. അപ്പോൾ നിങ്ങൾ നിൽക്കല്ലേ, അപ്പം ഇനി ഉസ്താദ് നിങ്ങളും എന്ത് പറയും? ഇജ്ലിസ് എന്ന് പറയും. ഇപ്പോൾ പറഞ്ഞിട്ടില്ല കേട്ടോ, പറയും. അപ്പോൾ പറയുമ്പോൾ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യണം? ഇരിക്കണം. കും എന്ന് പറയുമ്പോൾ എണീക്കണം, ഇജ്ലിസ് എന്ന് പറയുമ്പോൾ ഇരിക്കണം, കും എന്ന് പറയുമ്പോൾ എണീക്കണം. ചെയ്യോ? ഇൻഷാ അല്ലാഹ്. നിങ്ങൾ മദ്രസയിലൊക്കെ എത്തിയാൽ ഉസ്താദുമാർ വന്നപാടെ അസ്സലാമു അലൈക്കും എന്നൊക്കെ പറഞ്ഞ് മക്കളോട് പറയും കും. അപ്പോൾ നമ്മളെന്താ ചെയ്യുക? എണീക്കും. ജിലിസ്. അപ്പോൾ നമ്മൾ ഇരിക്കും. കും, എണീക്കും. ജിലിസ് എന്ന് പറയുമ്പോൾ ഇരിക്കും. എന്ന പോലെ ഉസ്താദ് പറയട്ടെ. റെഡി? 1 2 3. ജിലിസ്. ഇരിക്കും. ഇരിക്കും നിൽക്കുന്ന ഉസ്താദ് പറയില്ല കേട്ടോ. കും, ഇജ്ലിസ്. സന്തോഷത്തോടെ ഇരിക്കണം കേട്ടോ ഉസ്താദിൻ്റെ ക്ലാസ്സിൽ. കരഞ്ഞിരിക്കാൻ പാടില്ല, ദേഷ്യപ്പെട്ടിരിക്കാൻ പാടില്ല,
അങ്ങനെ ഇരിക്കണ കുട്ടികൾ ഉസ്താദിന് ഇഷ്ടേയില്ല. ചിലപ്പോൾ ഉമ്മാനോടൊക്കെ ദേഷ്യപ്പെട്ട് എണീക്കാനൊക്കെ വൈകിയതിൻ്റെ പേരിലൊക്കെ പിന്നെ കരഞ്ഞുകൊണ്ടൊക്കെ ക്ലാസ് കേൾക്കുന്ന കുട്ടികളുണ്ടാകും. വിഷമിച്ച് ഉസ്താദിൻ്റെ ക്ലാസ്സിൽ ഇരിക്കാനേ പാടില്ല. ഉസ്താദ് വിഷമിച്ചിട്ട് ഇങ്ങനെ ക്ലാസ് എടുക്കണുണ്ടോ? ദേഷ്യപ്പെട്ട് ക്ലാസ് എടുക്കണില്ലല്ലോ. ഉസ്താദ് ചിരിച്ചിട്ടല്ലേ ക്ലാസ് എടുക്കണേ? അതുപോലെ എൻ്റെ കുട്ടികൾ ചിരിച്ചിരിക്കണം. അപ്പോഴാണ് നന്നായിട്ട് പഠിക്കാൻ പറ്റുക അല്ലേ? അൽഹംദുലില്ലാ. നഖും ഇജ്ലിസ്, ഖും ഇജ്ലിസ്. ഒന്നുകൂടെ പറയട്ടോ. ഖും ഇജ്ലിസ്. അൽഹംദുലില്ലാ. അള്ളാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. പേപ്പർ കൊണ്ടുവന്നോ? നിങ്ങളുടെ കയ്യിലേക്ക് ഉമ്മ പേപ്പർ കൊണ്ടുവന്നോ? ഉമ്മമാരെ കൊണ്ടുവന്ന പേപ്പർ ഒരു 4 കഷ്ണാക്കിയിട്ട് മാറ്റി. വലിയ 4 കഷ്ണം. 4 ഭാഗമാക്കി മടക്കിയിട്ട് കീറിയെടുക്കുക. വേഗം ചെയ്യണേ. 4 കഷ്ണാക്കി. കണ്ടോ? 4 കഷ്ണം. കയ്യിൽ പേന ഉണ്ടാവും. കളറോ പേനയോ കൊണ്ടുവന്നിട്ടില്ല. 4 കഷ്ണം വേഗമാക്കി കൊടുക്കണേ. നിന്റെ മക്കൾ ആ പേപ്പർ ഇങ്ങനെ ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുക. എന്നിട്ട് ഇനി ബോർഡിലേക്ക് നോക്കിയേ. ബോർഡിൽ ഇപ്പോൾ നിങ്ങൾ പഠിച്ച 4 അക്ഷരങ്ങൾ വന്നിട്ടുണ്ട്. ഏതൊക്കെ അക്ഷര വന്നിട്ടില്ല ഒന്ന് വായിച്ചേ. ഫസ്റ്റത്തെ അക്ഷരം ഏതാ? ദ അല്ലേ? രണ്ടാമത്തെ അക്ഷരോ? ആ അല്ലേ? ഇ. എന്താണ്? ഊ അല്ലേ? രണ്ടാമത്തെ ഏതാ? അല്ല, ഏതാ? മ. എന്താ വായിക്കുക? മ. മൂന്നാമത്തെ അക്ഷരോ? ആ. നാലാമത്തെ അക്ഷരോ? ഊ. കണ്ടോ? നിങ്ങൾ എന്താ ചെയ്യേണ്ട അറിയോ? നിങ്ങളുടെ പേപ്പറില്ലേ, ഈ പേപ്പറിൽ അതിലൊരു അക്ഷരം എഴുതാം. ചെറുതാക്കിയിട്ടല്ല കേട്ടോ, വലുതാക്കി എഴുതണം. എന്തിനറിയോ? ഉസ്താദ് അക്ഷരം കാണിക്കാൻ പറയുമ്പോൾ നിങ്ങൾ കാണിക്കൂലേ? അപ്പൊ കാണണ്ടേ? അപ്പൊ വലുതാക്കി എഴുതിയാലേ കാണുള്ളൂ, ചെറുതാക്കി എഴുതിയാൽ കാണൂല. അപ്പൊ ഇതിൽ വലുതാക്കി എഴുതുക. കളറൊന്നും കൊടുക്കണമെന്നില്ല, ഒറ്റ എഴുത്ത് എഴുതിയാൽ മതി. ഉമ്മമാര് സഹായിക്കാൻ പാടില്ല. അങ്ങനത്തെ കുട്ടികൾ ഉസ്താദിനെ കാണിച്ചു തരും വേണ്ട. എൻ്റെ പൊന്നു മക്കളെ എഴുതിയാൽ മതി. ബോർഡിൽ നോക്കി എഴുതിയാൽ മതി. ഫസ്റ്റത്തെ അക്ഷരം ദ എന്നല്ലേ, അത് ഒരു പേപ്പറിൽ എഴുതുക. രണ്ടാമത്തെ പേപ്പറിൽ മാ എന്ന് എഴുതുക. 3 ആ എന്ന് എഴുതുക. 4 ഊ എന്നും എഴുതുക. വേഗം എഴുതിക്കോ. മനസ്സിലായോ? ഈ ബോർഡിലുള്ള അക്ഷരങ്ങൾ വൃത്തിയിൽ എഴുതുക. ഇനി വേണമെങ്കിൽ ഇങ്ങനെ എഴുതട്ടോ. അപ്പൊ ഉസ്താദ് എഴുതി നോക്കിയേ. ഉസ്താദ് എഴുതി കണ്ടോ? ഉസ്താദ് 2 പേപ്പർ ഒഴിവാക്കിയിട്ട് ഒരു പുറത്ത് മാ എന്ന് എഴുതി, രണ്ടാമത്തെ പുറത്ത് കണ്ടോ ദ എന്ന് എഴുതി, ഒരു പുറത്ത് ആ എന്ന് എഴുതി, ഊന്ന് എഴുതി. ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഇനി അതല്ല, 4 പേപ്പറിൽ ഒന്നിൽ ദ, മാ, ഊ, ആ ഇങ്ങനെ എഴുതാം. രണ്ടായാലും കുഴപ്പമില്ല. വേഗം എഴുതിക്കട്ടോ. വൃത്തിയിൽ എഴുതിയാൽ മതി. ദ. വേഗം എഴുതിക്കട്ടോ. ദ, മ, ആ, ഉ. വേഗം എഴുതണേ. ഭംഗി ഉണ്ടായിക്കോട്ടെ കേട്ടോ. നല്ല ഭംഗി വേണം. മായ്ച്ചിട്ട് ഞാനൊന്നും എഴുതണ്ട, നിങ്ങൾ പഠിച്ചതുകൊണ്ട് എഴുതിയാൽ മതി. സത് 5 വരെ എണ്ണം, അപ്പോഴേക്ക് കഴിയണം. ഒന്ന്, 2, 3, 4. കഴിഞ്ഞില്ല? കുറച്ച് എഴുതാനുള്ളല്ലോ. ഓരോ അക്ഷരം എഴുതാനും. ചില കുട്ടികളൊക്കെ കഴിഞ്ഞിട്ട് നല്ല ഉഷാറായിട്ട് ഇരിക്കുന്നുണ്ട് അല്ലേ? അൽഹംദുലില്ലാ. ചില കുട്ടികൾ പതുക്കെ പതുക്കെ ഇങ്ങനെ എഴുതുള്ളൂ. എന്ത് വേണമെന്ന് അറിയോ? എൻ്റെ കുട്ടികൾ എപ്പോഴും ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കണം. എഴുതുക, ചിത്രം വരയ്ക്കുക, കളർ കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്താൽ സ്പീഡ് എഴുതാൻ കഴിയും അല്ലേ? കഴിയൂലേ? ഇൻഷാ അല്ലാഹ്. ഒന്നുകൂടെ എണ്ണ കേട്ടോ. ഇനി എണ്ണൂലേ? 1, 2, 3,
4 5. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ പറഞ്ഞ് അൽഹംദുലില്ലാ. ഇനി നിങ്ങൾ എഴുതിയതൊന്ന് കാണിച്ചു തന്നെ ഉസ്താദിനെ ഒന്ന് പൊക്കിപ്പിടിച്ചേ. അതിൽ ഉസ്താദ് പറയുന്ന അക്ഷരം പൊക്കിപ്പിടിച്ചാൽ മതി. ഈ അക്ഷരം ഇതെന്താ വായിക്കുക? മ. ഓക്കെ, ഇങ്ങനെ പൊക്കിപ്പിടിച്ചേ. കാണില്ല, ഉസ്താദിൻ്റെ അടുത്തേക്ക് പിടിക്കേ. ഇത് അങ്ങനെ പിടിക്കുക. കാണുന്നില്ലേ? ആ, മ എന്ന് പറഞ്ഞേ. മ. ഇനി വേറൊന്നും എടുക്കുക. ഇത് എന്താ വായിക്കുക? ദ. എടുത്തോ? വായിച്ചേ. ദ. ഇനി വേറൊരു അക്ഷരം ഉണ്ട് അല്ലേ? ഇതെടുത്തേ. ഈ അക്ഷരം ഇങ്ങനെ പിടിച്ചു നോക്കിയേ. ഇപ്പൊ എന്താ വായിക്കുക? എന്താ വായിക്കുക? ഈ വായിക്കൂലേ? നിങ്ങളത് പിടിച്ചു നോക്കിയേ. ഈ. ഇതാ ഇങ്ങനെ പിടിക്കുക. അടുത്ത് വേറെ അക്ഷരം എടുക്ക്. ഊ. അൽഹംദുലില്ലാ. അപ്പൊ ധ മ ആ ഊ. 4 നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വെക്കണം കേട്ടോ. കളി തുടങ്ങാൻ പോവാണ്. ആരോട് ചോദിക്കാൻ പാടില്ല. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഉസ്താദ് ഒരു ചെറിയൊരു കളി നടത്താൻ വേണ്ടി പോവാണ്. റെഡിയല്ലേ? റെഡിയല്ലേ? ഇനി ഉസ്താദ് ബോർഡിൽ ഒരു വാക്ക് തരും. ആ വാക്കിൻ്റെ ഇടയിൽ തുടക്കത്തിലോ നടുവിലോ ലാസ്റ്റിലോ ഒരക്ഷരത്തിനെ കാണൂല. ആ അക്ഷരം എവിടെയെന്നറിയോ? നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. 4 പേപ്പറിലായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ നോക്കുക, ആ വാക്കൊന്ന് ഇങ്ങനെ വായിച്ചു നോക്കുക. എന്നിട്ട് പഠിച്ചോനെ ഏതാണ് ആ പൊയ്ക്കണെന്ന് നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, ഈ അക്ഷരം അവിടെ കാണാനില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഉസ്താദ് ചോദിക്കും, മക്കളെ ഏത് അക്ഷരമാണ് പോയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ എണീറ്റ് എന്നിട്ട് ഇങ്ങനെ കാണിച്ചു തരണം. കാണിക്കോ? ഇൻഷാ അല്ലാഹ്. അള്ളാഹു നല്ല മക്കളാക്കട്ടെ. എന്നാ ബോർഡിലേക്ക് നോക്കിക്കട്ടോ. ഫസ്റ്റ് വാക്ക് വന്നു. പഠിച്ചതല്ലേ? പക്ഷെ അതിൽ ഏതോ ഒരു അക്ഷരത്തിനെ കാണാനില്ല. ആ അക്ഷരത്തിന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ചില കുട്ടികൾ കൈ പിടിച്ചില്ലേ? എന്നാ കൈ വേഗം പിടിച്ചോ. അക്ഷരം ഞാൻ പറയില്ലേ, നിങ്ങൾക്ക് വേഗം കൈ പിടിച്ചോ. ഉസ്താദ് റെഡി 1 2 3 എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഉസ്താദിനെ കാണിച്ചു തരണം. റെഡി അല്ലേ? എല്ലാവരും കണ്ടോ? ഇതിന്റെ നടുവിലെ അക്ഷരാണ് കാണാതെ പോയത്. ഏതാന്നുള്ളത് എല്ലാവർക്കും കിട്ടി. അൽഹംദുലില്ലാ. ഉസ്താദ് പറയട്ടോ. റെഡി? എണീറ്റുന്നോ? പൊക്കാനായിട്ടില്ല. ഉസ്താദ് പറയുമ്പോഴേ പൊക്കി പിടിക്കാൻ പറ്റുള്ളൂ. റെഡി 1 2 3 കാണിച്ചോ. അൽഹംദുലില്ലാ. ചില കുട്ടികളത് കാണില്ലല്ലോ, ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. മാഷാ അല്ലാഹ്. എന്താ വായിക്കാം? ദ. എന്താ വായിക്കാം? ദ. അപ്പൊ നിങ്ങളുടെ അക്ഷരല്ലേ, കയ്യിലെ അക്ഷരം ഇവിടേക്ക് കൊടുത്താൽ എങ്ങനെ പിന്നെ വായിക്കാം? അദബുൻ. അൽഹംദുലില്ലാ. എന്താ വായിക്കാം? അദബുൻ എന്നായിരിക്കും. ഇനി പേപ്പർ മുമ്പ് തന്നെ വെച്ചോ, ഇങ്ങനെ ഇരുന്നോ. ഉസ്താദ് വേറെ വാക്ക് കാണിച്ചു തരട്ടെ. കാണുമോ? വന്നു. ഇതിന്റെ തുടക്കത്തിലുള്ള ഒരു അക്ഷരം കാണുന്നില്ല. ഇല്ലല്ലോ? എന്നാ വേഗം കൈ പിടിച്ചോ. നേരത്തെ കണ്ടതാണോ? പറയണ്ട കേട്ടോ, കൈ പിടിച്ചാൽ മതി. ഉസ്താദ് പറയട്ടെ. റെഡി 1 2 3 പറയട്ടെ. പറയുമ്പോൾ എന്താ ചെയ്യാ? എണീറ്റ് നിന്നിട്ട് ഉസ്താദിന് ഇങ്ങനെ കാണിച്ചു തരണം. ഇതിലൊന്നും ഇല്ലേ, നിങ്ങളിതിലുണ്ടേ, ഉസ്താദിന് ഇങ്ങനെ കാണിച്ചു തരണം. റെഡി 1 2 3 കാണിച്ചോ. ഇത് നേരത്തെ വന്ന അക്ഷരാണോ? ആണില്ലേ? അപ്പൊ എന്താ ചേർക്കുക? നിങ്ങളുടെ അക്ഷരം ഇവിടെ ചേർക്കട്ടോ. അപ്പൊ ചേർത്ത് എന്താ വായിക്കാം? ദൽവൻ. എന്താ വായിക്കാം? ദൽവൻ. അൽഹംദുലില്ലാ. ഇരുന്നോ. വേറൊരു വാക്ക് കേട്ടോ, കാണിക്കട്ടെ. വന്നു. നിങ്ങളുടെ കയ്യിലുണ്ടോ അക്ഷരം? കൈ പിടിച്ചപ്പോൾ തന്നെ അൽഹംദുലില്ലാ. പറയട്ടെ ഉസ്താദ്, പറയട്ടെ. ഈസിയായ വാക്കല്ലേ?
റെഡി 1 2 3 കാണിച്ചോ ഇതല്ലേ? ഇതാണോ? നേരത്തെ 2 പ്രാവശ്യം കാണിച്ച അക്ഷരം ഏതാ? ഇതാണ് അല്ലേ? ഇപ്പൊ കാണിക്കണതോ? ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. നല്ല ഭംഗിയുള്ള എഴുത്താണല്ലോ. അൽഹംദുലില്ലാ. കണ്ടോ? എന്താ വായിക്കുക? മ. അപ്പൊ നിങ്ങളുടെ അക്ഷരവും ബോർഡിലെ അക്ഷരവും കൂടി ചേർത്ത് എന്താ വായിക്കുക? മഹ്ദ്വൻ. എന്താ വായിക്കുക? മഹ്ദ്വൻ. അൽഹംദുലില്ലാ. ഇനി ഉസ്താദ് ഒരു വാക്ക് ബോർഡിൽ എഴുതട്ടെ. ആ വാക്ക് എഴുതുമ്പോ അതിന്റെ നടുവിലോ തുടക്കത്തിലോ എവിടെയെങ്കിലും ഒരു അക്ഷരത്തിനെ കാണൂല. ആ അക്ഷരം നിങ്ങളുടെ കയ്യിലുണ്ട്. ആ അക്ഷരത്തിനെ കുറിച്ച് ഉസ്താദ് പറയുകയും ചെയ്യും. നിങ്ങളുടെ പുസ്തകത്തിലൊന്നും ഇല്ലാത്തൊരു വാക്കാട്ടോ. പറയട്ടെ എന്ന് നോക്കൂ, ബോർഡിലേക്ക് നോക്കൂ. കണ്ടോ? ഇതിൽ നടുവിൽ ആരെയോ കാണാനില്ല. ആരാ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇന്ന് ഉസ്താദ് ആ വാക്കൊന്ന് പറയാം. അപ്പൊ ഏതായിരിക്കും കാണാത്തത് നിങ്ങൾ എന്ത് ചെയ്യണം? പൊക്കി പിടിച്ച് കാണിച്ചു തരണം. പറയും കേട്ടോ. ഉസ്താദ് പറയാൻ പോട്ടോ. ഉസ്താദിന്റെ ചുണ്ടിലേക്ക് തന്നെ ശ്രദ്ധിച്ചോളൂ. അതിൽ 3 അക്ഷരങ്ങളാണ് വരേണ്ടത്. 2 വന്നിട്ടുള്ളൂ. ഉസ്താദ് പറയുമ്പോൾ 3 അക്ഷരം വരും. അപ്പൊ ഉസ്താദ് പറഞ്ഞതിൽ ഏത് അക്ഷരമാണ് അവിടെ ഇല്ലാത്തത് നിങ്ങൾ നോക്കണം. നോക്കല്ലേ? ദഅബുൻ. കണ്ടോ? മനസ്സിലായോ? ഒന്നുകൂടെ പറയട്ടോ. ദഅബുൻ. അതിലേതേ ഉള്ളൂ? ദബുൻ എന്നുള്ളൂ. അത് പറഞ്ഞപ്പോ ദഅബുൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. കൈ പിടിക്കുന്നുണ്ട് കുറേ കുട്ടികളില്ലേ? റെഡി 1 2 3 പറയണേ. റെഡി 1 2 3 കാണിച്ചോ. മാഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. നല്ല മക്കളാണ് അല്ലേ? അള്ളാഹു നല്ല മക്കളാക്കട്ടെ. ആമീൻ. എന്ന് എൻ്റെ പൊന്നു മക്കൾ വേഗം പുസ്തകം എടുത്തേ. നിങ്ങളുടെ ടെക്സ്റ്റ് പുസ്തകം എടുത്തിട്ട് ദൽവൻ എന്ന പാഠമില്ലേ അതെടുക്കുക. വേഗം എടുക്കണം. എടുത്തോ? നമുക്കൊന്ന് വായിക്കാം. വെറുതെ വായിക്കാം. ഉറക്കനെ വായിക്കണം കേട്ടോ. ദർസ് 5 എടുത്തില്ലേ? വേഗം എടുക്ക്. ശരിക്കും വിരൽ വെക്കണേ. ചൂണ്ട് വിരൽ ഇങ്ങനെ വെച്ചിട്ട് വായിക്കണം. ദൽവൻ. കളറൊക്കെ കൊടുത്തിട്ടുണ്ടല്ലേ നല്ല ഭംഗിയിൽ. അൽഹംദുലില്ലാ. എന്നാ വായിക്ക്. ദാൽ. അതിനൊക്കെ കളർ കൊടുത്തിട്ടുണ്ട്. ഈ പെൻസിൽ കൊണ്ട് എഴുതിയതോ? വായിക്കാം. അവിടെ ഒരു കള്ളി വരച്ചിട്ടുണ്ട് അല്ലേ? അതിൽ നിങ്ങൾ ദാൽ എഴുതിയില്ലേ? എഴുതാത്തവരുണ്ടെങ്കിൽ അതിൽ എന്ത് എഴുതണം? ദാൽ എന്ന് ഭംഗിയിൽ എഴുതണം. ഇനി അതിൻ്റെ താഴെ കണ്ട എൻ്റെ പൊന്നു മക്കള് നേരത്തെ നമ്മൾ ബോർഡിൽ കാണിച്ചെന്ന പോലെ ആകാശ നീലയും പച്ചയും മഞ്ഞയും കളറിലുള്ള ഒരു മുട്ടയുടെ പോലെയുള്ളൊരു ചിത്രം കണ്ടു. അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതിയിട്ടുണ്ട് ഇല്ലേ? പക്ഷെ ഒരു അക്ഷരം അവിടെ കാണാനില്ല. എനിക്ക് മനസ്സിലായോ ഏത് അക്ഷരമായിരിക്കും അവിടെ പോയതെന്ന്? മനസ്സിലായോ? ഫസ്റ്റ് ആകാശ നീലയിൽ ഏത് അക്ഷരാ പോയത്? നിങ്ങളൊന്ന് പറഞ്ഞേ. മാഷാ അല്ലാഹ്. അതെ, ഏതക്ഷരം? ദ അല്ലേ? എന്ന് എൻ്റെ പൊന്നുമക്കൾ വേഗം പെൻസിലോ കളർ പേനയോ എടുത്തിട്ട് ആ കുത്തുള്ള സ്ഥലത്ത് ദ എന്ന് എഴുതിക്കേ. പെട്ടെന്ന് എഴുതണം കേട്ടോ. അൽഹംദുലില്ലാ. എഴുതില്ലേ? ഇപ്പൊ എന്താ കുട്ടി വായിക്കാം? ദൽവൻ. എന്താ വായിക്കാം? ദൽവൻ. ഇനി അടുത്തത് പച്ച കളറിൽ അല്ലേ? ഇളം പച്ച കളറിലുണ്ട്. അവിടെ ഈ നടുവിൽ ഏതോ ഒരു അക്ഷരത്തിനെ കാണാനില്ല. എന്താ ഏതക്ഷരം? നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതിക്കോ.
ചില കുട്ടികൾക്ക് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട്. പറഞ്ഞു തരണോ? വേണ്ടല്ലേ? പാവം ചില കുട്ടികൾക്ക് അറിയില്ലെങ്കിലോ. അദബൻ എന്നാണ് വായിക്കുക. അപ്പൊ ഏതായിരിക്കും പോയിരിക്കുക? നിങ്ങൾ ഇനി കണ്ടുപിടിച്ചിരിക്കും. അൽഹംദുലില്ലാ, അത് എഴുതി. ഇനി മഞ്ഞ കളറിൽ, അതാ മഞ്ഞ കളറിൽ കറുപ്പ് എഴുതിയിട്ടുണ്ട്. അവിടെ ഒരക്ഷരം കാണാനില്ല, അതെഴുത. അവിടെ ഒരു അക്ഷരം കാണാനില്ല, അതെഴുത്. വേഗം എഴുതണേ. അക്ഷരം പറയേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാതൊക്കെ. കുഞ്ഞുവാവയുറങ്ങണം അല്ലേ? ഓർമ്മയില്ലേ? ആ, എഴുതി കഴിഞ്ഞോ? 1 2 3 4 5. ഇപ്പം എന്തൊക്കെ എഴുതിയേ? നീലയിൽ എന്താ വായിക്കുക? ദൽവൻ. പച്ചൻ്റെ ഉള്ളത്തതോ? അദബൻ. പിന്നെയോ മഹ്ദൻ. അൽഹംദുലില്ലാ. ഇതുപോലെയുള്ള വർക്കുകൾ നിങ്ങളുടെ ഉസ്താദുമാർ നിങ്ങൾക്ക് എന്താവും? തരൂല്ലേ? അപ്പം എൻ്റെ പൊന്നു മക്കൾ അതൊക്കെ ചെയ്യണം. അല്ലാഹു നല്ല മക്കളാക്കട്ടെ ഇൻഷാ അല്ലാഹ്. നിങ്ങളുടെ മുമ്പിലേക്കൊരു വർക്ക് ബുക്ക് വരുന്നുണ്ട്. ചില കുട്ടിയുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങളുടെ ഉസ്താദുമാർ ആ വർക്ക് ബുക്ക് നിങ്ങളുടെ കയ്യിലേക്ക് തരും. ചില കുട്ടികൾക്ക് പൈസ കൊടുത്തിട്ടുണ്ടാവില്ലേ? ആ വർക്ക് ബുക്ക് എത്തിക്കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെയാണ് വർക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ ക്ലാസ് ഉസ്താദുമാർ നിങ്ങൾക്ക് പറഞ്ഞു വരുമ്പോൾ ഉഷാറായിട്ട് വർക്ക് ചെയ്ത് ഉസ്താദുമാർക്ക് അയച്ച് സ്റ്റാറൊക്കെ വാങ്ങുമല്ലേ? ഇൻഷാ അല്ലാഹ്. അല്ലാഹു നല്ല മക്കളാക്കട്ടെ. അപ്പം നമ്മൾ ഒരുപാട് അക്ഷരങ്ങൾ പഠിച്ചില്ലേ? 1ാം ക്ലാസ്സിലെ 1ാം പാഠം അദബുൻ എന്നത് ഓർത്തിടണേ. അതേപോലെ പല കാര്യവും ചെയ്താൽ അഭിമാനത്തിനു വകയാണ്. ഓർമ്മയില്ലേ? അപ്പോൾ 1ാം ക്ലാസ്സിലെ 2ാം പാഠം ഇബറുൻ എന്നത് ഓർത്തിടണേ. ഇബറുൻ താഴെ വീണതു കണ്ടാൽ എടുത്തുമാറ്റൽ ഗുണമാണ്. 1ാം ക്ലാസ്സിലെ 3ാം പാഠം ഉമ്മുൻ എന്നത് ഓർത്തിടണേ. ഉമ്മയെ നന്നായി സ്നേഹിച്ചെന്നാൽ സ്വർഗം കിട്ടുമുറപ്പാണ്. 1ാം ക്ലാസ്സിലെ 4ാം പാഠം മഹ്ദുൻ എന്നത് ഓർത്തിടണേ. മഹ്ദിൽ കുഞ്ഞ് കിടന്നാൽ പിന്നെ താരാട്ടിടാൻ രസമാണ്. നീ പാഠം പഠിച്ചില്ലേ? അങ്ങനെ പാടുക. 1ാം ക്ലാസ്സിലെ 5ാം പാഠം ദൽവുൻ എന്നത് ഓർത്തിടണേ. ദൽവിൽ നിറയെ വെള്ളം കണ്ടാൽ കുഞ്ഞുങ്ങൾക്കത് ഹരമാണ്. ഇങ്ങനെ പാടി. 1ാം ക്ലാസ്സിലെ 5ാം പാഠം ദൽവുൻ എന്നത് ഓർത്തിടണേ. ദൽവിൽ നിറയെ വെള്ളം കണ്ടാൽ കുഞ്ഞുങ്ങൾക്കത് ഹരമാണ്. അല്ലേ? കളിക്കാനൊക്കെ നല്ല രസമല്ലേ? ചെറിയ കുട്ടികളൊക്കെ കളിക്കൂലേ? എൻ്റെ പൊന്നും മക്കളൊക്കെ ശ്രദ്ധിക്കണേ. ചെറിയ കുട്ടികളൊക്കെ അതിൽ കളിക്കുമ്പോൾ ചിലപ്പോൾ എന്താകും? തലകുത്തി വീഴാനൊക്കെ സാധ്യത ഉണ്ടല്ലേ? അപ്പൊ ശ്രദ്ധിക്കണം. ഉമ്മയും ഉപ്പയൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കളിക്കാം. 1ാം ക്ലാസ്സിലെ 5ാം പാഠം ദൽവുൻ എന്നത് ഓർത്തിടണേ. ദൽവിൽ നിറയെ വെള്ളം കണ്ടാൽ കുഞ്ഞുങ്ങൾക്കത് ഹരമാണ്. ഇവിടെ 1ാം ക്ലാസ്സിലെ 5ാം പാഠം ദൽവുൻ എന്നത് ഓർത്തിടണേ. ദൽവിൽ നിറയെ വെള്ളം കണ്ടാൽ കുഞ്ഞുങ്ങൾക്കത് ഹരമാണ്. അൽഹംദുലില്ലാ. നന്നായിട്ട് പാടണം, നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് എഴുതണം, നന്നായിട്ട് ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. വേഗം എണീറ്റുന്നേ. സ്വലാത്ത് ചൊല്ലണ്ടേ? ഉഷാറായിട്ട് പിടിക്ക്. ചൊല്ലൂ.
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അൽഹംദുലില്ലാ, സന്തോഷമായി. അള്ളാഹു നമ്മെ നല്ല മക്കളിൽ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ ഉമ്മാക്കും ഉപ്പാക്കും ഉസ്താദുമാർക്കൊക്കെ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.